ഹലോ പ്രിയപ്പെട്ടവരെ, ചാമ്പ്യൻസ് ലീഗിലെ മാച്ച് ഡേ 7-ൽ നടന്ന ഫസ്റ്റ് ഫേസിലുള്ള മത്സരങ്ങളിൽ ബാർസലോണയ്ക്ക് ബെൻഫിക്കയ്ക്കെതിരെ തകർപ്പൻ വിജയം. 4-നെതിരെ 5 ഗോളുകൾക്കാണ് ബാർസ വിജയിച്ചത്. വിജയ ഗോൾ നേടിയത് റാഫീഞ്ഞയായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ ബെൻഫിക്ക 3-1 മുമ്പിലായിരുന്നു. എന്നാൽ സെക്കൻഡ് ഹാഫിലായിരുന്നു കളിയുടെ ഗതി മാറിയത്. ഈ മത്സരത്തിലൂടെ ബാർസയുടെ വലിയൊരു തിരിച്ചുവരവാണ് ഉണ്ടായത്. ഫ്രഞ്ച് ക്ലബ്ബായ ലില്ലിക്കെതിരെ ലിവർപൂൾ 1-2 എന്ന മാർജിനിൽ വിജയിച്ചു. ബയൺ ലെവർക്യൂസിനെതിരെ സ്പാനിഷ് ക്ലബ്ബായ അത്ലറ്റിക്കോ മാഡ്രിഡ് 2 ഗോളുകൾക്ക് വിജയിച്ചു. ഈ മത്സരത്തിൽ 2 ടീമിനും റെഡ് കാർഡ് കിട്ടിയിരുന്നു. എന്നാൽ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ വിജയശില്പിയായത് ജൂലിയൻ അൽവാരസ് ആയിരുന്നു. മറ്റൊരു മത്സരത്തിൽ ഇംഗ്ലീഷ് ക്ലബ്ബായ ആസ്റ്റൺ വില്ലയെ മൊണാക്കോ ഏകപക്ഷീയമായ 1 ഗോളിന് തോൽപ്പിച്ചു. യുവന്റസും ക്ലബ് ബർഗും തമ്മിൽ നടന്ന മത്സരം ഗോൾ രഹിതമായിരുന്നു. മറ്റൊരു മത്സരത്തിൽ ഡോർട്ട്മുണ്ടിനെ 2 ഗോളുകൾക്ക് ഇറ്റാലിയൻ ക്ലബ്ബായ ബൊലോഗ്ന തോൽപ്പിച്ചു. SK സ്റ്റാം ഗ്രാസ് അറ്റ്ലാന്റ മത്സരത്തിൽ 5 ഗോളുകൾക്കാണ് അറ്റ്ലാന്റ വിജയിച്ചത്. ചാമ്പ്യൻസ് ലീഗിലെ മാച്ച് ഡേ 7-ലെ സെക്കൻഡ് ഫേസിൽ നടന്ന മത്സരത്തിൽ വമ്പൻ കംബാക്ക് നടത്തി PSG മാഞ്ചസ്റ്റർ സിറ്റിയെ 4 ഗോളുകൾക്ക് തോൽപ്പിച്ചു. ഈ ഒരു തോൽവി മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഭാവി ചാമ്പ്യൻസ് ലീഗ് സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചു. മറ്റു ടീമുകളുടെ പ്രകടനത്തെ ആശ്രയിച്ചിരിക്കും സിറ്റിയുടെ ഭാവി. മറ്റൊരു മത്സരത്തിൽ ജർമ്മൻ ബമ്പന്മാരായ ബയൺ മ്യൂണിക് ഫെയ്നോർഡിനോട് 3 ഗോളിന്റെ തോൽവി ഏറ്റുവാങ്ങി. ഇന്റർ മിലാൻ സ്പാർട്ട മത്സരം ഏകപക്ഷീയമായ 1 ഗോളിന് ഇന്റർ മിലാൻ വിജയിച്ചു. മറ്റൊരു മത്സരത്തിൽ സ്പാനിഷ് വമ്പന്മാരായ റിയൽ മാഡ്രിഡ് RB സാൽസ്ബർഗിനെ 1-നെതിരെ 5 ഗോളുകൾക്ക് തോൽപ്പിച്ചു. ആർസണൽ ഡൈനാമോ സാഗ്രബ് മത്സരം ആർസണൽ 3 ഗോളുകൾക്ക് വിജയിച്ചു. അതുപോലെ തന്നെ ഇറ്റാലിയൻ വമ്പന്മാരായ AC മിലാൻ ജിറോനോ മത്സരത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിനാണ് AC മിലാൻ വിജയിച്ചത്. മറ്റൊരു മത്സരത്തിൽ സെൽറ്റിക് സ്വിറ്റ്സർലൻഡ് ക്ലബ്ബായ യങ് ബോയ്സിനെ ഏകപക്ഷീയമായ 1 ഗോളിന് തോൽപ്പിച്ചു. RB ലെപ്സിങ്ങും പോർച്ചുഗൽ ക്ലബ്ബായ സ്പോർട്ടിങ്ങും തമ്മിലുള്ള മത്സരത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്കാണ് RB ലെപ്സിങ് വിജയിച്ചത്.